വിസ്ഡം സൊസൈറ്റിയും നോളജ് സൊസൈറ്റിയും തമ്മിൽ പ്രകടമായ വ്യത്യാസമുണ്ട്. അടിസ്ഥാനപരമായി തന്നെ രണ്ടും പ്രതിനിധാനം ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ്. ഭിന്നശേഷിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിൽ വളരെയേറെ ഇൻസെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട അവബോധമില്ലായ്മ വളരെ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇത് ഉൾക്കൊള്ളണമെങ്കിൽ, ഈ സെൻസിറ്റിവിറ്റി നമ്മൾ സ്വാംശീകരിക്കണമെങ്കിൽ കേവലം ഒരു നോളജ് സൊസൈറ്റി ആവുന്നതിന് പകരം അവരെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അവരെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കുറേ കൂടി ആത്മീയമായ ഒരു സമൂഹ രൂപവൽക്കരണമാണ് നടക്കേണ്ടത്. അതായത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമല്ല അവർ എന്നുള്ള ഒരു തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് വിസ്ഡം സൊസൈറ്റിയെ പറ്റി നാം നിർവചിക്കുന്നത്. ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി വിഭാഗം പ്രത്യേകിച്ചും കേരളത്തിൽ അവരുടെ വിദ്യാഭ്യാസവും അതേപോലെ ചൈൽഡ്ഹുഡ് കെയറുമൊക്കെ ശരിയായി നടക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിലുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് ഭിന്നശേഷി വിഭാഗം എന്ന് പറയുന്നത് ചെവി കേൾക്കാത്തവർ, കണ്ണ് കാണാത്തവർ എന്നീ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിപരമായി വെല്ലുവിളി നേരിടുന്ന, പ്രത്യേകിച്ചും ബുദ്ധിമാന്ദ്യം, ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബഹു ഭിന്നശേഷി, പഠനപരമായ ഭിന്നശേഷി, ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ 18 വയസ്സിന് ശേഷം കാര്യമായി അവരുടെ കാര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ നമുക്ക് തുലവും കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു മേഖല സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്ന പ്രക്രിയ, അല്ലെങ്കിൽ സാമൂഹ്യമായ ഉൾക്കൊള്ളൽ എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടത് അവരുടെ സാമ്പത്തികമായ സ്വാശ്രയത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അതിന് സഹായകരമായ സജ്ജീകരണങ്ങളോ സംവിധാനങ്ങളോ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല, നമുക്ക് പിന്തുടരാൻ പറ്റുന്നൊരു മാതൃകയും ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതാണെങ്കിൽ തന്നെയും കഴിഞ്ഞ കുറേ കാലം പ്രവർത്തിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുള്ള ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് തൊഴിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതും ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയ പരിചരണവും പരിശീലനവും കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് നമ്മൾ നായനാർ സദനത്തിൽ വെച്ച് ഇതിൻ്റെ ഒരു പരിചരണ പരിശീലന സംവിധാനം രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്തിരുന്നത് 18 വയസ്സ് കഴിഞ്ഞ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന വ്യക്തികളെ ശരിയായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി അവരുടെ ശേഷിയും അതുപോലെ തന്നെ അവരുടെ അവശേഷിക്കുന്ന കഴിവില്ലായ്മകളുമൊക്കെ പരിഗണിച്ച് പരിശോധിച്ച് അവർക്ക് ആവശ്യമായ ഒരു കരിക്കുലം, പാഠ്യപദ്ധതി, തൊഴിൽ പരിശീലനത്തിനാവശ്യമായ തൊഴിൽപരത എന്ന് പറയുന്ന നൈപുണി ആർജിക്കുന്നതിനാവശ്യമായ ഒരു പാഠ്യപദ്ധതി അല്ലെങ്കിൽ കരിക്കുലം രൂപീകരിക്കുകയും ആ കരിക്കുലത്തിൽ തന്നെ 2 വ്യത്യസ്ത ധാരകളുണ്ട്. തൊഴിൽപരതയിൽ, അതായത് എംപ്ലോയബിലിറ്റി സ്കില്ലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കരിക്കുലം, അല്ലെങ്കിൽ അതിന് ജനറിക് സ്കിൽസ് കരിക്കുലം എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓൺ ദ ജോബ് ട്രെയിനിങ് പ്രോഗ്രാമിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുള്ള ഒരു കരിക്കുലം, അതായത് അവർ ചെയ്യുന്ന ജോലി അതിനെ കുറേ കൂടി ലളിതവും അതേപോലെ എളുപ്പവുമാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു പരിശീലന ക്രമം ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്യുകയായിരുന്നു ഉണ്ടായത്. ഇതിനും നമുക്ക് മുമ്പിൽ മുൻ മാതൃകകളൊന്നുമില്ല എന്നുള്ളൊരു പരിമിതി ഉണ്ടായിരുന്നെങ്കിലും വളരെ വിജയകരമായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു അനുഭവം. ഇവരുടെ തൊഴിൽ, അതുമായി ബന്ധപ്പെട്ട സത്യത്തിൽ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ ദിവസം KMCT മെഡിക്കൽ കോളേജിൽ നമ്മൾ നിയോഗിച്ച ഈ തൊഴിൽ ചെയ്യുന്ന ഒരു കുട്ടി, അവൻ ഞാൻ ഓഫീസിലിരിക്കുന്ന സമയത്ത് വാതിലിന് വന്ന് മുട്ടുകയും എന്നിട്ട് അവനൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. അപ്പം റൂമിൽ കയറിയിരുന്ന് അത് സംസാരിക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ അവൻ റൂമിൽ കയറിയിരിക്കുകയും അപ്പം പറഞ്ഞു വരുന്നത്,
ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ പറ്റിയില്ല. കാരണം അച്ഛൻ മദ്യപിച്ച് വന്ന് അമ്മയുമായി ബഹളം, അതുകൊണ്ട് ഉറക്കം ശരിയാവുന്നില്ല, അതുകൊണ്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവൻ്റെ ഒരു പരാതി. എന്ന് മാത്രമല്ല അതൊന്ന് പരിഹരിച്ച് കൊടുക്കണം എന്നുള്ളത്. ഈ വാക്കുകൾ കേട്ട സമയത്ത് തന്നെ എനിക്ക് അത്ഭുതം തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കാൻ സ്വയം സന്നദ്ധമായി മുന്നോട്ട് വരികയാണ്. അതുതന്നെ വീടിനുള്ളിൽ അവൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധി. അത് നമുക്ക് ഇത്തരത്തിലൊരു കുട്ടിയിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പ്രതികരണമേ അല്ല. ഉടൻ തന്നെ നമ്മൾ അവൻ്റെ രക്ഷിതാവിനെ, അദ്ദേഹം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, കോഴിക്കോട് തന്നെ, അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അയാളോട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ മദ്യപാനത്തിന് അഡിക്റ്റഡാണ്, അതുകൊണ്ട് മദ്യപാനം നിർത്തുക എന്ന് പറയുന്നത് സാധ്യമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല. കാരണം 3 തവണ അദ്ദേഹം ഡി അഡിക്ഷൻ സെൻറ്ററുകളിൽ ഇതിൻ്റെ ചികിത്സാർത്ഥം പോയിട്ടുണ്ട്, പക്ഷെ വിജയിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മകനിതൊരു വലിയ സങ്കടമായി, അല്ലെങ്കിൽ ഈ ബഹളം വയ്ക്കുന്നതൊക്കെ പ്രശ്നമായി അവൻ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അയാൾക്കറിയില്ല. ഇനി മുതൽ അതുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് അദ്ദേഹം എഴുന്നേൽക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറ് ഇവനോട് എനിക്ക് വേണ്ടി ഒരു ശുപാർശ നടത്തണം. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് ശുപാർശയാണ്? അപ്പം പറഞ്ഞു, വീട് പണി നടക്കുന്നുണ്ട്, അപ്പോൾ ഇവനോടൊരു 2 ലക്ഷം രൂപ കടം തരാൻ പറയണം. അപ്പം അന്വേഷിച്ച സമയത്ത് അവൻ്റെ കയ്യിൽ അവൻ സമ്പാദിച്ച് വെച്ച, ജോലി ചെയ്ത് സമ്പാദിച്ച് വെച്ച അവൻ്റെ അക്കൗണ്ടിൽ 4.5 ലക്ഷം റുപ്യുണ്ട്. അപ്പോൾ അത് കേട്ട മാത്രമേ തന്നെ അവൻ പറഞ്ഞു, സാറേ ഒറ്റ പൈസ അച്ഛന് കൊടുക്കില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ മുഴുവൻ കുടിച്ചു തീർക്കും, അതുകൊണ്ട് ആ പ്രശ്നം ഉദിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവന് നിങ്ങളിലൊരു ആത്മവിശ്വാസം വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യും, അതിനുശേഷം നമുക്ക് അത് പരിഗണിക്കാം എന്ന് പറഞ്ഞു. കുറച്ച് ദിവസത്തിന് ശേഷം എന്നെ ഒരിക്കലും അവൻ കണ്ട സമയത്ത് എൻ്റെ അടുത്ത് ഓടി വന്ന് പറഞ്ഞു, സാറേ ഞാൻ 1 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണം. അപ്പം ഇത് ഇവൻ ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് രൂപപ്പെട്ടു എന്ന് പറയുന്നത് ഒരു ലളിതമായ കാര്യമേ അല്ല. ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും അതേപോലെ തന്നെ ചുറ്റുപാടുള്ള ആളുകളൊക്കെ ആജീവനാന്തം വലിയൊരു ബാധ്യതയായി മാറുന്ന ഒരു വ്യക്തിയാണ് എന്ന് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണിത്. അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പോലും ഇത്തരത്തിലൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇവൻ ജോലി ചെയ്ത് ഇത്രയൊക്കെ സമ്പാദിക്കാൻ കഴിയുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അവനിൽ ഒരു പൂർണ്ണമായ ഒരു വ്യക്തിത്വത്തിൻ്റെ വളർച്ച, വികാസം, അത് സത്യത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് അവൻ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ നിന്നുള്ള ഇടപെടലിലൂടെയാണ്. അത് അവനിൽ വളർത്തിയിരിക്കുന്നൊരു, സത്യത്തിൽ സാധാരണ ഏതൊരു വ്യക്തിയും ഏത് രീതിയിലാണോ പ്രതികരിക്കുന്നത് ആ രീതിയിലേക്ക് വളരുവാൻ സഹായിച്ചു എന്നുള്ളതാണ് എന്നെ ഈ അടുത്ത കാലത്തായി ഞാൻ ശ്രദ്ധിച്ച എൻ്റെ ഒരു പ്രത്യേക അനുഭവം ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, അത്തരത്തിലുള്ള വിഭാഗം, മസ്തിഷ്ക സംബന്ധമായ പ്രശ്നം കൊണ്ട് ഭിന്നശേഷി അഭിമുഖീകരിക്കുന്ന വ്യക്തികൾ, അവരുടെ അംഗസംഖ്യ 3% മുതൽ 5% വരെയാണ്. അപ്പോൾ നമ്മളൊരു റഫ് എസ്റ്റിമേറ്റിൽ കേരളത്തിൽ തന്നെ ഒരു 9 ലക്ഷം ആളുകൾ ഇത്തരത്തിലുണ്ട് എന്നുള്ളതാണ്. അതായത് 9 ലക്ഷം ഫാമിലിയെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണിത്. പക്ഷേ ഇവർക്ക് ആവശ്യമായ ഇത്രയും വലിയൊരു ജനവിഭാഗത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്ന തരത്തിലുള്ള സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും നമ്മുടെ സമൂഹത്തിലില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം മറ്റ് ഭിന്നശേഷി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന രക്ഷിതാക്കൾ അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ കൂടുതൽ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട് മറ്റിൽ നിന്ന് വ്യത്യസ്തമായി. കാരണം മസ്തിഷ്കത്തിന് തന്നെയാണ് ക്ഷതം സംഭവിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കാനോ പരിഹരിക്കാനോ അവർക്ക് സ്വാഭാവികമായും ശേഷിയില്ല. അങ്ങനെ ശേഷിയില്ലാത്ത ഏക വിഭാഗം ഒരു പക്ഷേ ഇവരായിരിക്കും. ഇത്തരത്തിലൊരു പ്രശ്നം കുടുംബത്തിലുണ്ടായിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ആ രക്ഷിതാക്കൾ സത്യത്തിൽ ഉറങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പ്രതിസന്ധിയെ, സംഘർഷത്തെ അഭിമുഖീകരിക്കുന്നവരാണ്. കാരണം പ്രശ്നപരിഹാരത്തിൻ്റെ ഒരു സാധ്യതയും സമൂഹത്തിൻ്റെ മുന്നിൽ നിലനിൽക്കാത്തിടത്തോളം കാലം അവരെ സംബന്ധിച്ചിടത്തോളം ഏത് വഴി സ്വീകരിക്കുമെന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും ഒക്കെ അവരെ സ്വാഭാവികമായും ഭരിക്കും. അപ്പോൾ അവരും സ്വാഭാവികമായും മാനസികമായ സംഘർഷം അനുഭവിക്കും, വൈകാരികമായ പ്രതിസന്ധി അഭിമുഖീകരിക്കും. അതുമൂലം തന്നെ സാമ്പത്തികമായ
എല്ലാതരം പിന്നോക്കാവസ്ഥയും അഭിമുഖീകരിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ജനവിഭാഗങ്ങൾ സമൂഹത്തിൽ അഭിമുഖീകരിക്കുന്ന ഈ വലിയ പ്രതിസന്ധിയെ പരിഹരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമേ അല്ല. പക്ഷേ നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ, അതേപോലെ തന്നെ ഈ മേഖലയിൽ നടക്കുന്ന പുതിയ നിയമപരമായ സാധ്യതകളും അവസരങ്ങളുമൊക്കെ ഇവർക്ക് ഒരു അവസരത്തിൻ്റെ പുതിയ തുറസ്സ് സൃഷ്ടിക്കുന്നതിന് നമ്മെ സഹായിക്കുകയും അതിനാവശ്യമായ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാൻ കഴിയുകയും ചെയ്യും. ആ അർത്ഥത്തിൽ നമ്മളതിന് പ്രത്യേകിച്ചും ULCCS ഫൗണ്ടേഷൻ പ്രധാനമായും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് വളരെ അകന്നു നിൽക്കുന്ന നിസ്സഹായരായ ജനതയ്ക്ക് ആദ്യ പരിഗണന നൽകുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ആദ്യമേ രൂപപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും പരിശ്രമങ്ങൾ നടത്തുകയും സമൂഹത്തിൽ ഏറെ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നവർക്ക് വലിയ സമാശ്വാസമായി മാറാൻ നമുക്ക് കഴിയുകയും ചെയ്തു. തീർച്ചയായും ഇത് വലിയൊരു പ്രശ്നമാണ്, പരിഹരിക്കപ്പെടേണ്ട, പക്ഷേ സാമൂഹികമായി അധികം പരിഗണന ഇപ്പോഴും ലഭിക്കപ്പെടാതെ പോകുന്ന ഒരു പ്രശ്നമാണ്. അംഗസംഖ്യയിൽ ആധിക്യം ഇവരെ പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് സഹായകരമാവുന്നൊരു സാഹചര്യമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്. ഇതൊക്കെയാണെങ്കിൽ തന്നെയും നമ്മുടെ അനുഭവം ഇപ്പോൾ ഏതാണ്ട് 129ഓളം പേർ ULCCS ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ആളുകളെ വിവിധ തൊഴിലുകളിൽ നിയോഗിക്കുകയും അവരൊക്കെ വളരെ വിജയകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഭിന്നശേഷി മേഖലയിൽ ഈ ജെൻഡർ ഇഷ്യൂ അല്ലെങ്കിൽ ഈ ലിംഗഭേദത്തിൻ്റെ പ്രശ്നം അതീവ സങ്കീർണമായി നിലനിൽക്കുന്നതാണ്. അത് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ഭിന്നശേഷി മേഖലയിലുമുണ്ട്. പക്ഷേ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം അഭിമുഖീകരിക്കുന്നവർ കൂടുതൽ സങ്കീർണമായിട്ടുള്ള ഒരു അവസ്ഥ അഭിമുഖീകരിക്കുന്നവരാണ് എന്നുള്ളത് സ്വാഭാവികമായും ആ പ്രശ്നത്തിൻ്റെ സങ്കീർണത ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾ ഈ മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഞാൻ ഈ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കേരള ഗവൺമെൻറ് എന്നെ ഒരു വൺ മാൻ കമ്മീഷനായിട്ട് നിയോഗിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവമായ പഠനം നടത്തുന്നതിനുള്ള അവസരം ഉണ്ടായി. ആ സമയത്ത് കണ്ടൊരു കാര്യം, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി ഉള്ളൊരു കുഞ്ഞ് ജനിച്ചു എന്നുള്ളതിൻ്റെ കാരണത്തിൽ മാത്രം വിവാഹം മോചനം നേടിയവരുടെ എണ്ണം അഭൂതപൂർവമായിട്ടുള്ളതാണ് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിലൊരു കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ പലപ്പോഴും പുരുഷന്മാർ സന്നദ്ധമാവുന്നില്ല എന്നുള്ളത്. അത് വ്യാപകമായി ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അതൊരു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായി മാറുന്നൊരു സാഹചര്യം കാണുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഇത്തരത്തിലൊരു കുഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ഒരു പുരുഷ അധികാര സമൂഹത്തിൽ സ്ത്രീകൾ തന്നെയാണ് ഈ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്. പലപ്പോഴും ഒരേ വീട്ടിൽ തന്നെ ഒന്നിലധികം ഭിന്നശേഷിയുള്ള കുട്ടികളുണ്ട്. നമ്മൾ കേരളത്തിൽ തന്നെ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന 4 കുട്ടികൾ ഒരേ അച്ഛനും അമ്മയ്ക്കുമുള്ള 625 കുടുംബങ്ങളുണ്ട്. അപ്പം ഇതൊക്കെ ഈ 1, 2, 3 കുട്ടികളൊക്കെ ജനിക്കുന്ന സമയത്ത് ഈ സ്ത്രീകളെ ഈ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് ഉപേക്ഷിച്ച് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് ആലോചിക്കാനേ വയ്യ. എന്ന് മാത്രമല്ല, നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽ, പ്രത്യേകിച്ചും ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ഭിന്നശേഷി വിഭാഗത്തിൽ പെൺകുട്ടികൾക്ക് ഒരു പരിഗണന കൊടുക്കുന്നതിനുള്ളൊരു ശ്രമം ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ സർഗശേഷി എന്ന് പറയുന്നൊരു സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആദ്യമേ തീരുമാനിച്ചത് അത് ഡൗൺ സിൻഡ്രം പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം തൊഴിൽ കൊടുക്കുന്ന ഒരു സംവിധാനമായി മാറ്റിയതിൻ്റെ ഒരു കാരണം അതാണ്. എന്ന് മാത്രമല്ല, നായനാർ സദനത്തിൽ നമ്മൾ പ്രവേശനം കൊടുക്കുന്ന സമയത്ത് നിഷ്കർഷിക്കുന്ന ഒരു ഉപാധി എന്ന് പറയുന്നത് പകുതി പേരെങ്കിലും സ്ത്രീകളായിരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 129ഓളം പേരെ ജോലിക്ക് നിയോഗിച്ചു എന്ന് പറയുന്നതിൽ പകുതി പേരും സ്ത്രീകളാണ്. ഇപ്പോൾ അവിടെ പരിശീലനം സിദ്ധിക്കുന്നവരും സ്ത്രീകളാണ്. പക്ഷേ പൊതുസമൂഹത്തിൻ്റെ ഒരവസ്ഥയിൽ
ഈ സ്ത്രീ പ്രാതിനിധ്യം ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം മറ്റ് ഭിന്നശേഷി മേഖല ഇപ്പം അന്ധരായിട്ടുള്ള ആളുകളെ, പുരുഷന്മാരെ ഇഷ്ടം പോലെ നമ്മുടെ സമൂഹത്തിന് നമുക്ക് വിസിബിളാണ്, ദൃശ്യരാണ്. പക്ഷെ അത്രയും എണ്ണം അദൃശ്യരായി നമ്മുടെ വീടുകളിൽ, അകത്തളങ്ങളിൽ അനാഥമായി കിടക്കുന്നുണ്ട്. അത് ശാരീരിക പരിമിതിയുള്ളവരായാലും ശരി. അതേക്കാൾ കൂടുതലാണ് ഈ മസ്തിഷ്ക സംബന്ധമായ പ്രശ്നം നേരിടുന്ന ഭിന്നശേഷികളുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ അവർക്കൊരു മുൻഗണന അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടുന്ന തരത്തിലാണ് നമ്മുടെ എല്ലാ പദ്ധതികളെയും ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകൾ പൊതുവേ ഈ തൊഴിൽദാതാക്കളിലും ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. തൊഴിൽദാതാക്കൾ കരുതിയിരുന്നത് ഇപ്പം ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന ആളുകളുടെ സംബന്ധിച്ച് അവരുടെ ഒരു മുൻധാരണ അല്ലെങ്കിൽ മുൻവിധി, ഇവർ അക്രമകാരികളാണ്, പ്രശ്നക്കാരാണ്, ഞങ്ങളുടെ സ്ഥാപനത്തിൽ തൊഴിലെടുത്തു കഴിഞ്ഞാൽ ഇവർ കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ള ഒരു മുൻവിധി അവർക്കുണ്ടായിരുന്നു. അത് സ്വാഭാവികവുമാണ്. അപ്പോൾ അവരോട് നമ്മൾ സമീപിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധിയും നിങ്ങൾക്കുണ്ടാവില്ല. കാരണം ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പ്രവർത്തിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് സന്നദ്ധമാവും, അവരേറ്റെടുത്തുകൊള്ളും. അപ്പോൾ അത്തരത്തിലൊരു അഷുറൻസ് കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്പം വിമുഖരായി തന്നെയെങ്കിലും നമ്മളുമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ പേരിൽ പലരും ജോലിക്ക് നിയോഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, തൊഴിൽ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ അവരെ ഈ കുട്ടികളെ സംബന്ധിച്ച്, അവരുടെ തൊഴിലിനെ സംബന്ധിച്ച് അവരുടെ മനസ്സിലുള്ള ഒരു മനോഭാവം നമ്മൾക്ക് വലിയ ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്ന തരത്തിലായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ട്, മറ്റ് ജോലിക്കാരെക്കാളും വളരെ ഗംഭീരമായി, ഭംഗിയായി, സത്യസന്ധമായി ചെയ്യുന്നത് ഇവരാണ് എന്ന് ഒട്ടേറെ തൊഴിൽദാതാക്കൾ, തൊഴിൽ സംരംഭകർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു വസ്തുതയുമാണ്. കാരണം ഇവർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള മനുഷ്യരാണ്. ഒരു തരത്തിലുള്ള കാപഢ്യവും അതേപ്പറ്റി ചിന്തിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. അന്നപ്പം ഏതെങ്കിലും ഒരു ജോലിക്ക് ഇവർക്ക് നിയോഗിച്ച് കഴിഞ്ഞാൽ അത് പൂർണ്ണമായി ചെയ്തില്ലെങ്കിൽ അവർ അസ്വസ്ഥരാണ്. അപ്പോൾ അതൊക്കെ ഒരു ക്വാളിറ്റിയായി തൊഴിൽ മേഖലയിൽ ഇവർക്ക് സഹായകരമായിട്ടുണ്ട്. പക്ഷേ കാലഘട്ടത്തിൽ ഇവരുടെ തൊഴിൽ ശേഷിയൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം പലരുടെയും മനോഭാവം മാറിയിട്ടുണ്ട്. സമൂഹത്തിൽ തന്നെ ഇതിന് വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ ഈ ചെറിയൊരു സംവിധാനത്തിലൂടെ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വിജയമായി നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം. നമ്മളെ ഈ കുട്ടികളെ പരിശീലിപ്പിക്കുന്ന വിദഗ്ധരെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെ നല്ല നിഷ്കർഷ പാലിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ ഇപ്പോൾ നയനാർ സദനത്തിലുള്ള അധ്യാപകർ മുഴുവനും എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയതൊരു 15 വർഷത്തെ അനുഭവ പരിചയമുള്ളതാണ്. അങ്ങനെ തന്നെ നമ്മൾ നിഷ്കർഷിക്കുന്നുണ്ട്. കാരണം ഇതൊരു സാധാരണ ഒരു ബിരുദധാരിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയിലുപരിയായി കുറേ കൂടി മാനവികമായ ഒരു ദർശനവും കാഴ്ചപ്പാടും കാരുണ്യവും ആർദ്രതയും ഹൃദയ വായ്പൊക്കെ വേണ്ട ഒരു മേഖലയാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ആളുകളായിരിക്കും ഈ മേഖലയിലേക്ക് എത്തുന്നത്. എങ്കിൽ പോലും നമ്മൾ വളരെ കൃത്യതയോടുകൂടി തന്നെ അവരിലുള്ളൊരു സമർപ്പണ മനോഭാവം പരിഗണിച്ച് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ ആർജിച്ചിരിക്കുന്ന ശേഷികളൊക്കെ പരിഗണിച്ചിട്ടാണ് ഇവിടെ നിയോഗിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 7 സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് നമ്മുടെ കൂടെയുണ്ട്. ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒന്നാമത് ഈ ഒരു അനുഭവം മറ്റാർക്കും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാരണം 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതുമായ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 18 വയസ്സിന് ശേഷം ഇവരെ ഏത് രീതിയിൽ പരിഗണിക്കണം എന്നുള്ളത് ഒരുപക്ഷെ അവർ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഈ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇടപെടാനുള്ളൊരു സന്നദ്ധത അവരിലുണ്ടെങ്കിൽ ഏതും പഠിച്ചെടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ സ്വാഭാവികമായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളവരെ പരിശീലിപ്പിച്ചെടുത്തത്. നമ്മുടെ ഈ ഒരു പദ്ധതി വിജയകരമാവുന്നതിന് കാരണമായത്, നമ്മൾ തൊഴിൽ നിയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്മാറുന്നില്ല. ഈ ഫോളോ അപ്പ് പ്രോഗ്രാം എന്ന് പറയുന്നത് കണിശമായ ഒരു ഇടവേളകളിൽ
കൃത്യമായി നിർവഹിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വിജയത്തിനൊരു നിദാനം. അതിന് ആവശ്യമായിട്ടുള്ള ശേഷികൾ അധ്യാപകർക്ക് വേണം. കാരണം പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അത് തൊഴിൽ ദാതാവിന് പ്രശ്നം ഉണ്ടാവാം, അപ്പം ഇടപെട്ട് പരിഹരിച്ചു കൊടുക്കണം. കൂടെ ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നങ്ങളുണ്ടാക്കാം, അപ്പോൾ അത് ഇടപെട്ട് പരിഹരിക്കേണ്ടതുണ്ട്. രക്ഷിതാക്കൾക്ക് പ്രശ്നവും ആശങ്കയും ഉണ്ടാവും, ആ സമയത്ത് ഇടപെട്ട് പരിഹരിക്കണം. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന പരിപക്വമായൊരു മാനസികാവസ്ഥയും ശേഷിയും ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരത്തിലുള്ള ആളുകളെയാണ് ഇതിന് നിയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ എന്നുള്ളതാണ് വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരു കാര്യം. ഈ ഡൗൺ സിൻഡ്രം പെൺകുട്ടികൾ പ്രത്യേകിച്ചും അഭിമുഖീകരിക്കുന്ന വലിയ വിവേചനം നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടും അതിന് കാരണമായി, വിവേചനത്തിന് കാരണമായി പൊതുസമൂഹം കരുതിയിരുന്നത് കാര്യം ഇവർക്ക് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള തൊഴിൽ ചെയ്യുന്നതിനൊക്കെയുള്ള ശേഷിക്കുറവുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പക്ഷെ അത്തരത്തിലൊരു കാഴ്ചപ്പാട്, തെറ്റായൊരു ധാരണ തിരുത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടും അതോടൊപ്പം തന്നെ പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ജോലി നൽകുക എന്ന് പറയുന്ന ഒരു പ്രത്യേക പരിഗണനയോട് കൂടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായും അതിലുപരി നമ്മുടെ ഈ കുട്ടികൾക്ക് സ്വന്തമായി കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ, സ്വയം പര്യാപ്തത ആർജിക്കാൻ കഴിയുന്നു എന്ന് തെളിയിക്കാനും രക്ഷിതാക്കളെ മുമ്പിലും അതേപോലെ പൊതുസമൂഹത്തിന് മുമ്പിലും, ഈ രക്ഷിതാക്കൾ പോലും അത്ര ആത്മവിശ്വാസത്തോടു കൂടി ഇതിന് സന്നദ്ധമായിരുന്നില്ല എന്നുള്ളതാണ് അനുഭവം. അപ്പോൾ അതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ അതിന് മാതൃകയാക്കുന്ന ഒരു സംരംഭം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ സർഗശേഷി ആരംഭിക്കുന്നത്. പക്ഷെ ആരംഭത്തിലൊക്കെ അത് വലിയ തിരിച്ചടികളും പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു എന്നുള്ളത് സത്യമാണ്. കാരണം അത് കോവിഡ് കാലഘട്ടത്തിലാണ് നമ്മൾ നടത്തിയിരുന്നത്. വലിയ നഷ്ടം സഹിച്ചാണ്, സത്യത്തിൽ ULCCS വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചാണ് ഇത്തരത്തിലൊരു സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സന്നദ്ധമായത്. പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെയൊക്കെ സജീവമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇന്ന് ലാഭകരമായി നടക്കുന്ന നല്ലൊരു വ്യവസായ സംരംഭമായി അത് മാറി. അത് ഇനിയും വളരെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം നമ്മൾ 4 ഡൗൺ സിൻഡ്രം സ്ത്രീകൾക്കാണ് അവിടെ ജോലി കൊടുക്കുന്നതിനുള്ള അവസരമൊരുക്കിയത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ ഡൗൺ സിൻഡ്രം വിഭാഗത്തിൽ തന്നെ ഒരു 50 പേർക്കെങ്കിലും ജോലി കൊടുക്കാവുന്ന തരത്തിലേക്ക് ഇത് സംവിധാനത്തെ കുറേ കൂടി വിപുലപ്പെടുത്താനും വൈവിധ്യവൽക്കരണം നടത്താനും പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് വിജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഈ ഒരു ആത്മവിശ്വാസം വന്നതിൻ്റെ കാരണം നമ്മൾ നായനാർ സദനം ഈ തൊഴിൽ പരിശീലന പദ്ധതി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ലക്ഷ്യം 5 വർഷം കൊണ്ട് 25 പേർക്ക് തൊഴിൽ നൽകുക, അത്രയേ സാധ്യമാവൂ എന്നുള്ളതാണ്. അത്രയേറെ പ്രതിസന്ധിയും പ്രശ്നങ്ങളും പരിമിതികളുള്ളൊരു സമൂഹത്തിലാണ് നമ്മളിത് ശ്രമിച്ചിരുന്നത്. പക്ഷേ 5 വർഷം കൊണ്ട് നമുക്കത് 129ഓളം ആളുകൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് നമുക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു. അതുകൊണ്ട് തന്നെ ഈ സർഗശേഷിയിലും ഡൗൺ സിൻഡ്രം കുട്ടികളുടെ കാര്യത്തിലും ആ ലക്ഷ്യം ആർജിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷിതാക്കൾ അനുഭവിക്കുന്ന ആശങ്കകളും നമ്മൾ അവരുടെ കുട്ടികളെ ഇത്തരത്തിൽ ജോലിയിൽ നിയോഗിച്ചതിൻ്റെ ഭാഗമായി അവരുടെ ആശ്വാസവും ഈ അടുത്ത കാലത്ത് ഒരു അനുഭവത്തിലൂടെ നേരിട്ട് കാണാൻ എനിക്ക് കഴിഞ്ഞു. കോഴിക്കോട്ടെ KMCT മെഡിക്കൽ കോളേജിൽ നമ്മൾ പരിശീലിപ്പിച്ച ഒരു 20 മുതിർന്ന ഭിന്നശേഷി വ്യക്തികളെ നമ്മൾ ജോലിക്ക് നിയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അവരുടെ മാത്രം ഒരു മീറ്റിംഗ്, ഒരു യോഗം കഴിഞ്ഞ ദിവസം സദനത്തിൽ വെച്ച് വിളിച്ചു. അപ്പോൾ അതിലെ രക്ഷിതാക്കൾ മുഴുവൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരുന്നത് അവരെന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ അഭിമുഖീകരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കുട്ടികൾ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ എന്നുള്ളതൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ മീറ്റിംഗ് വിളിച്ചിരുന്നത്. സത്യത്തിൽ എന്നെപ്പോലും സ്തബ്ധനാക്കിയിട്ടുള്ള ഒരു പ്രതികരണമാണ് ആ രക്ഷിതാക്കളുടെ അടുത്തുനിന്ന് ഉണ്ടായത്. അതിലൊരു അമ്മ കണ്ണീരോടുകൂടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. എന്താണെന്ന് വെച്ചാൽ
ആ ആ മകനെ പറ്റിയിട്ട് അവരൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. വലിയ ബാധ്യതയാവും ജീവിതത്തിൽ എന്നുള്ളതായിരുന്നു അവർ കരുതിയിരുന്നത്. എന്ന് മാത്രമല്ല, ആ അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത്രേ. അതായത് എൻ്റെ മകൻ ഞങ്ങൾ രക്ഷിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് മരിക്കണമേ എന്ന്. കാരണം ഞങ്ങളുടെ മരണശേഷം ആരാണ് ഈ കുട്ടികളെ നോക്കുക, ഈ സമൂഹത്തിൽ ആരാണ് സുരക്ഷിതത്വം പകരുക എന്നുള്ള ആശങ്ക ജീവിതത്തിൽ നിരന്തരം അലട്ടിയതിൻ്റെ ഭാഗമായി ദിവസവും പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് കുഞ്ഞ് മരിക്കണമെന്ന്. ഒരുപക്ഷെ അങ്ങനെ മക്കൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരുടെ പ്രാർത്ഥനകളൊന്നും നമുക്ക് അത്ര പരിചിതമല്ല. പക്ഷേ ഇന്ന് ആ അമ്മ പറയുന്നത് ഈ മാനസികമായ സംഘർഷങ്ങൾ, അതേപോലെ സാമ്പത്തികമായ പരാധീനതകളൊക്കെ ബാധിച്ചു അവർക്ക് ജീവിതത്തിൽ. അതിൻ്റെ ഭാഗമായി ഇപ്പം കുട്ടിയുടെ അച്ഛൻ മരിച്ചു, അതേപോലെ തന്നെ ഇവർക്ക് രോഗിയായി. ഇന്ന് ആ കുടുംബത്തിനെ കുടുംബത്തെ പോറ്റി വളർത്തുന്നത് ഈ കുട്ടിയാണ്, ഇവൻ്റെ അധ്വാനം കൊണ്ടാണ്. എന്നിട്ട് അവർ സങ്കടത്തോടു കൂടി പറയുന്നത്, എൻ്റെ പ്രാർത്ഥന വലിച്ചിരുന്നെങ്കിൽ ഞങ്ങളായിരുന്നു, ആ കുട്ടി മരിച്ചു എന്ന് വയ്ക്കുക, ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. അതുമാത്രമല്ല, അന്ന് വന്ന 20 പേരിൽ 5 കുടുംബങ്ങളിലെ ഇന്നത്തെ നിത്യനിദാന ചെലവ് നിർവഹിക്കുന്നത് ഇവരുടെ ശമ്പളം കൊണ്ടാണ്. ഇത് സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. ഞാനത് അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ ഇതൊരു ബാധ്യതയല്ല ഇന്ന് സമൂഹത്തിന്, ഇത് ഒരു ക്രിയാത്മകമായ വ്യക്തിത്വമായി ഇവർ മാറി, അല്ലെങ്കിൽ സർഗാത്മകമായൊരു പൗരത്വത്തിലേക്ക്, അങ്ങനെയാണല്ലോ പൗരത്വത്തെ വിശേഷിപ്പിക്കുന്നത്, അവന് വളരാൻ പറ്റി. കുടുംബത്തിനൊരു കോൺട്രിബ്യൂട്ടീവ് മെമ്പറാക്കി ഇവനെ മാറ്റാൻ പറ്റി എന്നുള്ളത് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വലിയൊരു വിജയമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. സത്യത്തിൽ 20 പേരെടുത്ത സമയത്ത് 5 കുടുംബങ്ങളുടെ വരുമാനമാർഗം, പ്രധാന വരുമാനമാർഗം ഇന്ന് ഇവരുടെ ശമ്പളമായി മാറി എന്ന് പറയുന്നത് സത്യത്തിൽ അത് നൽകുന്ന വലിയൊരു ആശ്വാസമുണ്ട് രക്ഷിതാക്കളെ സംബന്ധിച്ച്. മുമ്പുണ്ടായിരുന്ന ആശങ്കകളൊക്കെ അകറ്റി ആശ്വാസത്തിലേക്ക് അവരെ മുന്നോട്ട്, പക്ഷേ ഇനിയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സത്യത്തിൽ ഇതൊരു യാഥാർത്ഥ്യമുണ്ട്. ഇവരുടെ കാലശേഷം ഇവരെങ്ങനെ ജീവിക്കുമെന്നുള്ളത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ്. അതിനെ കൂടി അഭിസംബോധന ചെയ്യുന്ന തരത്തിലേക്ക് നമുക്ക് ഏതൊക്കെ സജ്ജീകരണങ്ങൾ വരുത്തണം എന്നുള്ളതും അതിന് ULCCS എന്ത് ചെയ്യണമെന്നുള്ളതും നമ്മൾ ഗൗരവമായി തന്നെ ആലോചിക്കുന്നുണ്ട്. കാരണം ഒരു രക്ഷിതാവും ദുഃഖത്തോട് വേദനയോട് കൂടിയിട്ട് നിരാശയോടുകൂടി ജീവിക്കാത്ത സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകന്ന് നിസ്സഹായമായി ജീവിക്കുന്ന മനുഷ്യരോട് നാം സ്വീകരിക്കേണ്ട സമീപനം കേവലം ചാരിറ്റി ആവരുത് എന്നുള്ളത് നമ്മൾ തുടക്കത്തിലെ ഒരു ലക്ഷ്യമെന്നോണം നിഷ്കർഷിച്ചിരുന്നതാണ്. ഒരു ചൈനീസ് പഴമൊഴിയുണ്ട്. എന്തെന്ന് വെച്ചാൽ, നിങ്ങളൊരാൾക്ക് ദിവസവും മീൻ വാങ്ങിക്കൊടുക്കുന്നതിന് പകരം ആ വ്യക്തിയെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് വേണ്ടത് എന്ന്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നാൽ, ഒരാൾക്ക് മീൻ നമ്മൾ ദിവസം വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൻ ഒരു യൂണിവേഴ്സൽ റിസീവറും കൊടുക്കുന്ന ആൾ ഒരു യൂണിവേഴ്സൽ ഡോണറുമായി നിലനിൽക്കും. അതിൽ ഒരു അടിമ വിധേയൻ അല്ലെങ്കിൽ ഉടമ വിധേയൻ ബന്ധമാണുള്ളത്. അതിലൂടെ നഷ്ടപ്പെടുന്നത് മാനവികതയുടെ ഉത്കൃഷ്ടമായ അന്തസ്സാണ്. ഈ അന്തസ്സിന് എല്ലാ മനുഷ്യർക്കും അർഹതയുണ്ട്. ഈ അന്തസ്സിനെ പരിഗണിച്ചുകൊണ്ടേ അതുകൊണ്ട് ആധുനികമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ സത്യത്തിൽ ഈ ചാരിറ്റി എന്നുള്ള വാക്ക് പോലും നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ കരുതുന്നത് ഇതൊരു അവകാശമാണ്. ഈ അവകാശം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഔദാര്യമല്ല, അത് അവർക്ക് ലഭ്യമാവേണ്ട ഏതെങ്കിലും തരത്തിലുള്ള പരിമിതി കൊണ്ട് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നവരൊക്കെ ഈ അവകാശത്തിന് അർഹതപ്പെട്ടവരാണ്. അവരുടെ പരിമിതി എന്ന് പറയുന്നത് അവരുടെ കുഴപ്പമേ അല്ല. അപ്പം അവരുടേതല്ലാത്തൊരു കുഴപ്പം നമ്മൾ ആരോപിച്ച് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഔദാര്യം ചെയ്യുന്ന മനോഭാവത്തോടു കൂടി പെരുമാറുക എന്ന് പറയുന്നത് ഒരു ഉത്കൃഷ്ട സമൂഹത്തിന് അല്ലെങ്കിൽ നല്ലതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് പൂർണ്ണമായും അവകാശാധിഷ്ഠിതമാണ്. ഈ അവകാശം എന്തുകൊണ്ട്
അവർക്ക് നമ്മൾ കൊടുക്കണം എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമൂഹത്തിലെ വിഭവത്തിൻ്റെ വിഹിതം വിതരണം ചെയ്യുന്നത് വിവേചനരഹിതമായിരിക്കണം എന്നുള്ളതാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഞാൻ അനുഭവിക്കുന്ന സാമൂഹ്യ പരിഗണന, സാമൂഹ്യ അന്തസ്സ്, ഞാൻ അനുഭവിക്കുന്ന വിദ്യാഭ്യാസം, സാമൂഹ്യമായിട്ടുള്ള എല്ലാ പ്രിവിലേജുകളും, ഇതൊക്കെ അനുഭവിക്കുമ്പോഴും ഒരു വിഭാഗം സമൂഹത്തിൽ ഇതൊന്നും നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അതിനർത്ഥം നമ്മളത് അപഹരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എല്ലാം വിഭവം വിഹിതം വിവേചനരഹിതമായി വിതരണം ചെയ്യേണ്ട ഒരു സമൂഹത്തിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് ഇതൊക്കെ കൂടുതൽ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇത് നഷ്ടപ്പെടുന്നവരുടേത് അപഹരിക്കുന്നതാണ് എന്നുള്ളതാണ് അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഒരു വ്യാഖ്യാനം. ആ അർത്ഥത്തിൽ നമ്മളൊക്കെ കടക്കാരാണ്, കടപ്പെട്ടവരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ ഈ സൗകര്യങ്ങളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രിവിലേജസിനൊക്കെ നാം കടപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ നിഷേധിക്കപ്പെട്ട, നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തോടാണ്. ആ അർത്ഥത്തിൽ നമുക്ക് ഇത് കടം വീട്ടാനുള്ള ഒരു കടപ്പാട് തീർക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് ഇതൊരു അവർക്ക് എന്തെങ്കിലും നൽകുന്ന ഔദാര്യമല്ല, ഞാൻ ചെയ്യേണ്ട എൻ്റെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഞാൻ നിർവഹിക്കേണ്ട ബാധ്യത നിർവഹിക്കുന്നതിലൂടെയാണ് ഞാൻ ഒരു മനുഷ്യനാവുന്നത്, ഒരു പരിഷ്കൃത മനുഷ്യനായി മാറുന്നത്. പരിഷ്കൃത മനുഷ്യത്വത്തിലേക്കുള്ള പ്രയാണത്തിൽ നമ്മുടെ വഴികളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യരും അനാഥരായി ഉണ്ടാവരുത് എന്നുള്ള ഉയർന്ന മാനവിക ബോധമാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നാണ് ഈ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. UL ഫൗണ്ടേഷൻ ഇന്ന് പ്രധാനമായും ഊന്നുന്ന രണ്ട് പ്രധാന മേഖലകൾ, ഒന്ന് വയോജനങ്ങളുടെ സീനിയർ സിറ്റിസൻസിൻ്റെ മേഖലയിൽ അവരുടെ പരിചരണവും അവർക്കാവശ്യമായ സാമൂഹ്യമായ സുരക്ഷയും ഉറപ്പുവരുത്തുന്നതാണ്. രണ്ടാമത്തെ മേഖല ഭിന്നശേഷി വിഭാഗമായ ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്നവരുടെ പ്രശ്നങ്ങളാണ്. ഇത് രണ്ടും നമ്മൾ സ്വീകരിക്കുന്നത് ബോധപൂർവം സ്വീകരിച്ചതാണ്. ഈ മേഖലയിൽ പ്രാധാന്യം മറ്റ് മേഖലകളിലേക്കും പ്രവേശിക്കുന്നില്ല എന്നല്ല അർത്ഥമാക്കുന്നത്. പക്ഷേ ഇത് അത്യന്താപേക്ഷിതമായി ഇടപെടേണ്ട ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും അനിവാര്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ തോതിലുള്ള സാമൂഹ്യ വിപത്തുകൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന, വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒട്ടേറെ കുടുംബങ്ങൾ കൂട്ടാത്മഹത്യകൾ നടത്തിയിട്ടുണ്ട് ഈ ഭിന്നശേഷി കുട്ടി വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം. കാരണം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിൽ? എൻ്റെ കാലശേഷം കുട്ടി ആരും നോക്കും, പ്രത്യേകിച്ച് പെൺകുട്ടികളെ. ഇതൊക്കെ അനുഭവിക്കുന്ന സംഘർഷത്തിൻ്റെ ഭാഗമായി അവർക്ക് ഏറ്റവും എളുപ്പം പരിഹരിക്കാവുന്ന ഒരു മാർഗമായി ആത്മഹത്യയെ സ്വീകരിക്കുന്ന തരത്തിലേക്ക് സമൂഹം ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇത് പരിഹാരമുണ്ട് എന്ന് ഒരു മാതൃക സൃഷ്ടിക്കാനുള്ള പരിശ്രമം നടത്തുന്നത്. നമുക്കറിയാം, കേരളത്തിലുള്ള അല്ലെങ്കിൽ എല്ലാ ഭിന്നശേഷിക്കാരുടെയും എല്ലാ വയോജനങ്ങളുടെയും പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ അതിനുള്ള സാധ്യതയൊന്നുമില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, ഇതിന് ഒരു പരിഹാരമുണ്ടെന്നൊരു ഫലപ്രദമായ മാർഗം അവലംബിക്കാനുള്ള സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നും പൊതുസമൂഹത്തിന് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി. ആ അർത്ഥത്തിൽ നമ്മൾ ഇതിൽ വിജയിച്ചു എന്ന് വിശ്വസിക്കുകയാണ്. കാരണം എന്താണെന്ന്, പല ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് പ്രത്യാശ നിർഭരരായി ജീവിക്കുന്നു എന്നുള്ളത്. നിരാശാഭരിതമായൊരു കാലഘട്ടത്തിൽ നിന്ന് പ്രത്യാശ നൽകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവരെ നയിക്കാൻ ചെറിയ തോതിലെങ്കിലും നമുക്ക് കഴിഞ്ഞു. പക്ഷേ ഇവിടെയും നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. ULCCS ഫൗണ്ടേഷൻ ഈ ഭിന്നശേഷി മേഖലയിലും വയോജന മേഖലയിലും ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കാൻ മാവേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊന്ന്, ഈ രക്ഷിതാക്കളുടെ കാലശേഷം ഇവരെ ഏറ്റെടുക്കാൻ സഹായിക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു റിഹാബിലിറ്റേഷൻ വില്ലേജ് എന്ന് പറയുന്നൊരു സങ്കല്പം, അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രായമായ മുതിർന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മടിത്തട്ട് എന്ന് പറയുന്ന 2 പദ്ധതികൾ നടപ്പാക്കുമ്പോഴും, ഒന്ന് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നാദാപുരം, വടകര നാദാപുരം റോഡിലും, മറ്റൊന്ന് കാരപ്പറമ്പ്, കോഴിക്കോട് കാരപ്പറമ്പ്, ഒരു നഗരാധിഷ്ഠിത സമീപനം. രണ്ടും വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. ഇവിടെ നമ്മൾ കുറേ കൂടി വിശദമായി
ഈ ഈ ഈ രണ്ട് പദ്ധതികളെയും വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇവരനുഭവിക്കുന്ന അനിശ്ചിതത്വം, ഇപ്പം ജീവിതത്തിൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു പ്രതീക്ഷ ഈ അനാഥത്വം അനുഭവിക്കുന്നതിൽ അനിശ്ചിതത്വം അനുഭവിക്കുന്നതിൽ നിന്ന് അവരെ ഒരു പ്രതീക്ഷാനിർഭരമായൊരു സാഹചര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ്. ഈ മടിത്തട്ടിൽ തന്നെ അനുഭവം സത്യത്തിൽ നാദാപുരം റോഡിൽ മടിത്തട്ട് തുടങ്ങുന്ന സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു വ്യക്തിയെ 4ഉം 5ഉം ആളുകൾ കൈപിടിച്ചിട്ട് സുരക്ഷിതമായി കൊണ്ടുവരികയായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മൾ ശരിയായ രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് അവരെ പരിചരിച്ചതിൻ്റെ ഭാഗമായി ചികിത്സ, അതേപോലെ ഭക്ഷണം, പോഷകാഹാരം, മാനസികമായ സംഘർഷം കുറയ്ക്കുന്നതിനുള്ള വിനോദോപാധികൾ, കൗൺസിലിംഗ്, ഫിസിയോതെറാപ്പി, ഇങ്ങനെ വിവിധ സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയതിൻ്റെ ഭാഗമായി പലരും ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഇത്തരത്തിലുള്ള അവർ കഴിക്കുന്ന മരുന്നുകളുടെ 80% മരുന്നുകൾ കുറയ്ക്കാനും ഒക്കെ കഴിയും. ഇതൊക്കെ സാധ്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലൂടെ വ്യക്തികളുടെ ഗുണപരത, ജീവിതത്തിൻ്റെ ഗുണപരത വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന് നമുക്ക് ബോധ്യമായതാണ്. ഇത് പലപ്പോഴും അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇനി ഒന്നും ഭയപ്പെടാനില്ല. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അവർ പറയും ഞങ്ങൾക്കൊന്നും ഭയപ്പെടാൻ, കാരണം ULCC ഞങ്ങളെ ഏറ്റെടുത്ത്, ഞങ്ങൾക്കൊരു ആശങ്കയില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നിർവഹിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്, സർജറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അതേപോലെയുള്ള ഒരു സുരക്ഷിതത്വം സമൂഹത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ, ഇത്തരത്തിലുള്ള സങ്കേതങ്ങളുടെ ഒരു ലക്ഷ്യമാവേണ്ടത്. ആ ലക്ഷ്യം നിർവഹിക്കാൻ നമ്മൾ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്, ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഒട്ടേറെ സ്വപ്നങ്ങളുണ്ട് ഈ മേഖലയിൽ. അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പ്രത്യാശയും പ്രതീക്ഷയാണ് വെച്ച് പുലർത്തുന്നത്.